ഹലോ, മൈ നെയിം ഈസ് അശ്വതി. ഐ എം എൻ ACCA സ്റ്റുഡൻറ്റ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ആവറേജ് സ്റ്റുഡൻറ്റിന് ACCA ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യമാണ്. കുറേ പേർക്കുള്ളൊരു ഡൗട്ടാണുള്ളത്. ഞാനൊരു ACCA സ്റ്റുഡൻ്റ് ആണ്, ആവറേജ് സ്റ്റുഡൻ്റ് ആണ്, ഇംഗ്ലീഷ് ഒന്നും അത്ര പോരാ, അങ്ങനെ കുറേ കൺസേൺസ്. അപ്പോൾ അവർക്കുള്ളതാണ് ഈ വീഡിയോ. ഒരാളെ നോക്കിയിട്ട് അല്ലെങ്കിൽ അവരുടെ മാർക്ക് നോക്കിയിട്ട് അല്ലെങ്കിൽ എന്താ പറയുക, അവർ മുന്നേ എങ്ങനെയായിരുന്നു അതൊക്കെ നോക്കിയിട്ട് അവർക്ക് ACCA ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല, ആർക്കും പറയാൻ പറ്റില്ല. മനസ്സിലായി? ഇറ്റ്സ് നോട്ട് അബൌട്ട് സ്കൂൾ മാർക്സ് അല്ലെങ്കിൽ നിങ്ങൾ ടോപ്പർ ആയിരുന്നു, നിങ്ങൾക്ക് ഇംഗ്ലീഷ് നല്ലപോലെ അറിയുമായിരുന്നു, അതിലൊന്നും നല്ല കാര്യം. ബിക്കോസ് യു ക്യാൻ ചേഞ്ച്, യു മൈറ്റ് ചേഞ്ച്, പീപ്പിൾ ചേഞ്ച്. മനസ്സിലായി? യു ക്യാൻ ചേഞ്ച്. നിങ്ങളുടെ ഹാബിറ്റ്സ് ആണ് ഇതിലൊരു ഗ്രേറ്റ് ഫാക്ടർ. കൺസിസ്റ്റൻസി, ഡിസിപ്ലിൻ, അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ. കൺസിസ്റ്റൻസി ആൻഡ് ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ പെർഫെക്റ്റ് സ്റ്റഡി ആ ഒരു സംഭവമല്ല, ഇറ്റ്സ് ഇൻപെർഫെക്റ്റ്. മനസ്സിലാവും? ഞാൻ ഇപ്പോൾ പറയുമ്പോൾ ജസ്റ്റ് പെർഫെക്റ്റ് ഡിസിപ്ലിൻ, 5 മണിക്ക് നീക്കുന്നു, പഠിക്കുന്നു, കറക്റ്റ് കുളിക്കുന്നു, കഴിക്കുന്നു, വീണ്ടും പഠിക്കുന്നു, അങ്ങനെയുള്ളൊരിതല്ല. ഇംപെർഫെക്റ്റ്ലി പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കൺസിസ്റ്റൻസി ആൻഡ് ഡിസിപ്ലിൻ ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. പറയുമ്പോൾ ഇറ്റ്സ് ഈസി, ബട്ട് ടേക്കിംഗ് ആക്ഷൻ ഇറ്റ്സ് ഡിഫിക്കൾട്ട്. അപ്പോൾ സ്റ്റാർട്ട് സ്ലോ. ഓക്കെ. അപ്പോൾ when I say average student, what I mean is this. ഒരു ആവറേജ് സ്റ്റുഡൻറ്റിന് സാറ് ഒരു ടോപ്പിക് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ആൾ ഇടയ്ക്ക് പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യും. ഐ മീൻ നാളെ ചെയ്യാം, പിന്നെ ചെയ്യാം, കുറച്ച് കഴിയട്ടെ, ഇപ്പോൾ പഠിക്കാം, ഒന്ന് രാത്രി ആവട്ടെ, ഇപ്പോൾ പഠിക്കാം, ഇതൊന്ന് കഴിയട്ടെ, അങ്ങനെയൊക്കെ വിചാരിച്ച് നീട്ടി കൊണ്ടുവന്നതാണ് പ്രൊക്രാസ്റ്റിനേറ്റ്. പിന്നെ യു ഫീൽ ഡീമോട്ടിവേറ്റഡ് ബിഫോർ എക്സാംസ് ആകുമ്പോഴേക്കും അയ്യോ സിലബസ് ഒന്നും കഴിഞ്ഞില്ല, ഞാൻ അന്ന് പഠിച്ചില്ല, ഞാൻ ഇന്നലെ പഠിച്ചില്ല, അപ്പോൾ പഠിച്ചില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡീമോട്ടിവേറ്റ് ആവുന്നു. അടുത്തത്, വി കമ്പയർ അവർ സെൽസ് വിത്ത് അതേഴ്സ് ലിറ്റിൽ ബൈ ലിറ്റിൽ. ഓക്കെ. അടുത്തത്, യു ഫീൽ ബേൺ ഔട്ട് ആൻഡ് യു ഡൗട്ട് യുവർ സെൽഫ്. ബേൺ ഔട്ട് എന്ന് പറയുമ്പോൾ ACCA ഉണ്ട്, BCom ഉണ്ട്, അപ്പുറത്ത് വേറെ ഭാരം, ഇപ്പുറത്ത് അയാൾ, ഇവിടെ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് വി വിൽ ബി ഓവർ പ്രഷറൈസ്ഡ്. എന്തൊക്കെയാണ് ഇതെന്ന് പറഞ്ഞിട്ടൊരു സ്റ്റക്കായൊരു സ്ഥിതിയാണ് ബേൺ ഔട്ട്. ഓക്കെ. അങ്ങനെയൊക്കെ ആണെങ്കിൽ യു ആർ ആൻ ആവറേജ് സ്റ്റുഡൻറ്റ്. ടു ബി ഓണസ്റ്റ്, ഞാനും ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആണ്. ഓക്കെ. ഞാൻ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യാറുണ്ട്. ഐ സംടൈംസ് ഡൗട്ട് മൈസെൽഫ്, ഐ സംടൈംസ് കമ്പയർ മൈസെൽഫ് വിത്ത് അതേഴ്സ്. പിന്നെന്താണ്, ഐ ഫീൽ ഡീമോട്ടിവേറ്റഡ് ബിഫോർ എക്സാംസ്. എന്തൊക്കെയാണ്, എൻ്റെ സിലബസ് ഒന്നും കഴിഞ്ഞിട്ടില്ലല്ലോ, ഞാൻ ആ ക്വസ്റ്റ്യൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്തില്ലല്ലോ, അങ്ങനെയൊക്കെ ഞാൻ ആലോചിക്കും. പിന്നെന്താണ്, പ്രൊക്രാസ്റ്റിനേഷൻ എന്തായാലും ഉണ്ട്. പിന്നെ എനിക്ക് സാറ് ക്ലാസ് എടുക്കുമ്പോൾ അപ്പം തന്നെ മനസ്സിലാവുന്നില്ല. ഐ പ്രാക്ടീസ് മോർ, റീഡ് മോർ, അങ്ങനെ ക്ലാസ് കുറേ കാണും, അങ്ങനെയൊക്കെയാണ് എനിക്ക് മനസ്സിലാവുന്നുള്ളൂ. അപ്പം ഞാനും ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആണ്. മനസ്സിലായോ? പിന്നെ എൻ്റെ ഒരു ഇംപെർഫെക്ഷൻസ് കാരണം ഞാനത് നിർത്തിപ്പോയിട്ടില്ല. മനസ്സിലായോ? പിന്നെ ഇംഗ്ലീഷിൻ്റെ കാര്യം പറഞ്ഞു. ഇംഗ്ലീഷൊക്കെ നമ്മൾ ഒന്നില്ലെങ്കിൽ റീഡിങ് ഹാബിറ്റ് അല്ലെങ്കിൽ പോഡ്കാസ്റ്റുകൾ കേൾക്കുക, അങ്ങനെയൊക്കെയാണ് ഇമ്പ്രൂവ് ചെയ്യുക. പിന്നെ ACCA പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴല്ലോ ഞാൻ ഉപയോഗിക്കുന്നത് സ്റ്റഡി ഹബ്ബാണ്. സ്റ്റഡി ഹബ്ബിൽ എന്തെങ്കിലും വാക്ക് അറിയുന്നില്ലെങ്കിൽ അത് അപ്പം തന്നെ കോപ്പി ചെയ്തിട്ട് ട്രാൻസ്ലേഷൻ അടിക്കും, എന്നിട്ട് അതിൻ്റെ മലയാളം നോക്കും. അങ്ങനെയാണ് ഞാൻ പഠിക്കുന്നത്. അല്ലാതെ ഫുൾ ഇംഗ്ലീഷ് അറിഞ്ഞിട്ടൊന്നുമല്ല, ഒരു ആവറേജ് ഇംഗ്ലീഷ് തന്നെയാണ് എനിക്കറിയുന്നത്. ആൻഡ് ഐ ട്രൈ ടു ഇംപ്രൂവ്. ഒരു 30 ഡേ ചാലഞ്ച്, 60 ഡേ ചാലഞ്ചൊക്കെ വെച്ചിട്ടാണ് ഞാനത് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചത്. അപ്പോൾ ഇഫ് യു വോണ്ട് ടു ഇംപ്രൂവ് യുവർ ഇംഗ്ലീഷ്, നിങ്ങളും അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ചെയ്യണം. ഓക്കെ. A person can change if they think they can. പിന്നെ ഇങ്ങനത്തെ കോഴ്സസ് എടുക്കുന്നതിന് മുന്നേ ആസ്ക് യുവർ സെൽഫ്. ഒന്നാമത്തെ കാര്യം, എനിക്ക് മോട്ടിവേഷൻ ഇല്ലെങ്കിലും പഠിക്കാൻ പറ്റുമോ അത്. പിന്നെ ഒരു വട്ടം തോറ്റാലെങ്ങാനും ഞാൻ ക്വിറ്റ് ചെയ്ത് പോവുമോ, ഇനിയിപ്പോൾ അടുത്ത FR ഞാൻ തോൽക്കുകയാണ്, ഞാൻ ക്വിറ്റ് ചെയ്യുക, അങ്ങനെ പറഞ്ഞ് പോവുമോ. പിന്നെ ഒരു 2-3 മണിക്കൂർ, ഒരു വർഷം, 2 വർഷം, 3 വർഷമൊക്കെ പഠിക്കാൻ പറ്റുമോ? ജസ്റ്റ് കുറച്ച് ഗ്യാപ്പ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല. ബട്ട് എക്സാമിൻ്റെ 2 വീക്ക് അല്ലാതെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഓരോ മാസം പഠിച്ചു പോകാൻ പറ്റുമോ എന്ന് നിങ്ങളോടൊന്ന് ചോദിക്കാം. ആൻഡ് കമ്പാരിസൺ, അതായത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പീപ്പിളാണ് നിങ്ങളുടെ ചുറ്റുമുണ്ടാവുക, ഡിഫറെൻറ്റ് ഏജ് ഗ്രൂപ്പ്സ്. നമ്മളെക്കാളും വലിയ ആൾക്കാർ, ചെറിയ ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരൊക്കെ കമ്പയർ ചെയ്തിട്ടാണോ ഞാൻ ഓരോന്ന് ചെയ്യുക, അതൊക്കെ നിങ്ങൾ സെൽഫായിട്ട് ചോദിക്കാം. അപ്പോൾ ആദ്യത്തെ 3 കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡു ACCA.
അവസാനത്തെ കാര്യം നോ ആയിരിക്കണം. അതായത് നിങ്ങൾ കമ്പയർ ചെയ്യാൻ പാടില്ല. അതായത് യു ഷുഡ് സ്റ്റോപ്പ് കമ്പയറിങ്. ഞാൻ പറഞ്ഞ പോലെ എവറിത്തിങ് ഈസ് ഈസി ടു ടെൽ. അതായത് പറയാനെല്ലാം ഈസിയാണ്, ബട്ട് ഇറ്റ്സ് ഹാർഡ്. അപ്പോൾ വാട്ട് യു ഷുഡ് ഡു ഇസ് സ്റ്റാർട്ട് സ്ലോ, സ്റ്റാർട്ട് സ്മോൾ. ഓക്കെ, ഡോണ്ട് റഷ്. ഇതിപ്പോൾ എനിക്ക് ശരിയായി എന്ന് വിചാരിച്ചിട്ട് ഐ ഹാവ് വെൻറ്റ് ത്രൂ എ ലോങ് വേ. എന്നിട്ടാണ് ഞാൻ ഈ ഒരു പൊസിഷനിൽ നിൽക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, ഐ ഹാവ് കെയിം ത്രൂ ഓൾ ദി ഇംപെർഫെക്ഷൻസ്. എൻ്റെ ഫസ്റ്റ് വീഡിയോ എടുത്ത് നോക്കിയാൽ മതി ഞാൻ എങ്ങനെ സംസാരിക്കുന്നത്. അതിനേക്കാളും എത്രയോ ഇമ്പ്രൂവ് ആയിട്ടില്ലേ ഇപ്പോൾ, അതുപോലെയാണ്. ഓക്കെ, ലിറ്റിൽ ബൈ ലിറ്റിൽ 1% ദിവസവും നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങൾക്ക് ഇപ്പോൾ പെട്ടെന്ന് ജോലി കിട്ടണം, അതായത് ഇപ്പോൾ ഒരു 3 ഇയേഴ്സൊക്കെ ആവും ACCAക്ക് പറയുന്നുണ്ടാവുക. അപ്പോൾ പെട്ടെന്ന് വേണം, 21 വയസ്സിൽ ലൈഫ് സെറ്റിലാവണം, അങ്ങനെയൊക്കെ വിചാരിക്കുകയാണെങ്കിൽ ഡോണ്ട് കം ടു ACCA. പിന്നെ ഓരോ അറ്റംപ്റ്റും നല്ല എക്സ്പെൻസീവാണ്. ACCA ടോട്ടലി എക്സ്പെൻസീവ് ആണല്ലോ. അങ്ങനെ അത് ഓർക്കുക, എക്സ്പെൻസീവിൻ്റെ ഒരു കാര്യം ഓർക്കുക. ഞാനിപ്പോൾ ജോയിൻ ചെയ്തത് 2024 ഇപ്പോൾ BCom കൂടി എനിക്ക് വന്ന ചിലവുകൾ, ഫുൾ കംപ്ലീറ്റ് സ്റ്റഡി ചിലവുകൾ 4 ലക്ഷത്തിന് മേലെ ആയിട്ടുണ്ട്. ഐ മീൻ 4,10,000 ആ ഒരു റേഞ്ചിൽ എത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. കംപ്ലീറ്റ് ACCA എക്സ്പെൻസ് ഒറ്റയടിക്ക് 4 ലക്ഷം എന്നല്ല, ഈ ഒരു വർഷം 2025 കഴിഞ്ഞില്ലേ, ഇപ്പോൾ ഏകദേശം 2 വർഷമായി. അപ്പോൾ വന്ന ചിലവാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. നമ്മൾ ഇങ്ങനെ ഓരോ കാര്യത്തിനല്ലേ, ബുക്കിന് ഫീസ് അതെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം അല്ലെങ്കിൽ 4 ലക്ഷം അങ്ങോട്ട് അപ്പം തന്നെ കൊണ്ട് അടയ്ക്കാനതല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പം എന്തായാലും കൂടിയിട്ടുണ്ടാവും, ACCയുടെ ഫീസ് എന്തായാലും കൂടിയിട്ടുണ്ടാവും. നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അന്വേഷിക്കുമ്പോൾ അറിയുന്നുണ്ടാവും. യു ക്യാൻ ഡു ദാറ്റ്. പിന്നെ നമുക്ക് പറ്റും എന്ന് തോന്നുമ്പോഴാണ് അത് ചെയ്യാൻ പറ്റുള്ളൂ, മനസ്സിലായോ? ഇപ്പോൾ എനിക്കത് പറ്റിച്ചാൽ എൻ്റെ ക്ലാസ്സിലുള്ള 50 കുട്ടികൾക്ക് അത് പറ്റിയെന്നല്ല അർത്ഥം. നിങ്ങളിപ്പോൾ യൂട്യൂബിൽ കാണുന്നത് എന്താണ്, കുറച്ച് ഒരു നല്ല രീതിയിൽ പോകുന്ന ആൾക്കാരായിരിക്കും. പിന്നെ കമൻസിലാവും കാണുന്നുണ്ടാവുക, അയ്യോ അത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ. ഇറ്റ്സ് അബൌട്ട് മൈൻഡ് സെറ്റ് ആൻഡ് ഹാബിറ്റ്സ് ദേ ഹാവ്. പിന്നെ അവരുടെ ഓരോ സർക്യൂംസ്റ്റൻസസ്, ചിലപ്പോൾ എന്തെങ്കിലും ബാഡ് സിറ്റുവേഷൻസിലൂടെ കടന്നു പോയത് കൊണ്ടാവാം അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാനത്. അങ്ങനെ ഓരോരോ റീസൺസ്, എല്ലാവർക്കും യൂണീക്കായിട്ടാണ് അവരുടെ ഒരു ജേർണി ഉണ്ടാവുക. എനിക്ക് ശരിയായി എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് ആർക്കും ശരിയാവണമെന്നില്ല. ഫോർ എക്സാമ്പിൾ വേറൊരു കാര്യം പറഞ്ഞുതരാം. ഫ്രം മൈ പേഴ്സണൽ എക്സ്പീരിയൻസ്, ഞാൻ 10th കഴിഞ്ഞ് CA ചെയ്യാനാണ് കോമേഴ്സ് ചൂസ് ചെയ്തത്. ബട്ട് CAനെ പറ്റി ഞാൻ അങ്ങനെ റിസർച്ച് ചെയ്ത് വന്നപ്പോൾ ഐ ഫെൽറ്റ് ലൈക്ക് ഇറ്റ്സ് ടഫ്. എന്നെ കൊണ്ട് പറ്റില്ല എന്ന് എനിക്ക് തോന്നി. നേരെ മറിച്ച് എൻ്റെ 2 ഫ്രണ്ട്സ് CAക്കാണ് പോയത്. ദേ തോട്ട് ദേ കുഡ് ഡു ദാറ്റ്, മനസ്സിലായി. പക്ഷേ എനിക്കെന്തോ പറ്റില്ല എന്ന് തോന്നിയിട്ട് അത് ചെയ്തില്ല, മനസ്സിലായോ? നമ്മുടെ മനസ്സിൽ പറ്റില്ല എന്നൊരു തോട്ട് വരികയാണെങ്കിൽ ഡോണ്ട് ഡു ദാറ്റ്. എവിടെയെങ്കിലും ഒരു പോയിന്റ് പറ്റും എന്നൊരു ഹോപ്പ് ഉണ്ടെങ്കിൽ ഡു. പിന്നെ കൂടുതലും കമൻസ് ഒന്നും കണ്ടിട്ട് വരരുത്, ബിക്കോസ് എവ്രി വൺ ഹാസ് ദെയർ ഓൺ വേ ഓഫ് ലിവിങ് അല്ലേ. സോ എല്ലാവർക്കും അത് ശരിയാവണം എന്നൊന്നുമില്ല.